നിങ്ങളുടെ അമ്മ, നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ കുടുംബം, നിങ്ങളെന്താണോ അവരൊക്കെ നിങ്ങളെക്കുറിച്ച് വിചാരിച്ചത്, ആ ആളല്ല നിങ്ങളിപ്പോൾ. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നതും വിചാരിക്കുന്നതും സങ്കല്പിക്കുന്നതും ഒക്കെ തന്നെ ജീവിതത്തിൽ നടക്കണമെന്നേ ഇല്ല, നടക്കാൻ പ്രയാസവുമാണ്. നിങ്ങളെ ആഗ്രഹങ്ങളല്ല യഥാർത്ഥത്തിൽ നിങ്ങളെ ഈ രീതിയിൽ എത്തിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച വഴിയിലായിരിക്കില്ല ഇപ്പം നിങ്ങളുള്ളത്. അപ്പോൾ സ്വാഭാവികമായി ഒരൊറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, മുകളിലോ താഴത്തോ ഈ പ്രപഞ്ചത്തിലെവിടെയോ ഒളിഞ്ഞു കിടക്കുന്ന ഒരു പ്രപഞ്ച സത്യം, ഒരു സത്യമുണ്ട്. ആ സത്യമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇച്ഛയാണ്. ആ ഇച്ഛയ്ക്കനുസരിച്ചാണ് നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ജീവൻ എല്ലാം രൂപപ്പെടുന്നത്. ഞാൻ കഴിഞ്ഞ തവണയും താങ്കളോട് പറഞ്ഞിട്ടുണ്ട്, നിയോഗം എന്നതിനെ നമുക്ക് മാറ്റാൻ കഴിയില്ല. നിയോഗം മാറ്റണമെങ്കിൽ വലിയ പ്രയാസങ്ങളാണ്. നമ്മൾ സ്വയം മാറാൻ ശ്രമിക്കുന്ന സമയത്ത് പോലും ചില കാര്യങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടാറുണ്ട്. നിങ്ങൾ എന്താണോ ഒരു സംഗതിയിലേക്ക് ലക്ഷ്യം വെക്കുന്നത്, അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ എന്താണോ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, ആ പ്രവർത്തനം പാടെ നിരാകരിക്കപ്പെടുന്ന ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ ജീവിതം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, കേവല സ്വപ്നത്തിനപ്പുറം ജീവിതത്തിൻ്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളുണ്ടെന്ന്. കേവല സ്വപ്നത്തിനപ്പുറം, നമ്മുടെ സ്വപ്നങ്ങൾക്കപ്പുറം തന്നെ ജീവിതത്തിൻ്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളിലൂടെയാണ് നിങ്ങളും ഈ എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാവരും കടന്നു പോകുന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് അതേ രീതിയിൽ തന്നെയാണോ ഇപ്പം ജീവിതം മുന്നോട്ട് പോകുന്നത്? അല്ല. എന്തുകൊണ്ടാണത്? നിങ്ങൾ പ്രാർത്ഥിക്കാറില്ലേ? പ്രാർത്ഥിക്കാറുണ്ട്, നിരന്തരമായി പ്രാർത്ഥിക്കാറുണ്ട്.